രുതിരം ഒരുപാട് നാളത്തെ സ്വപ്നമാണ്. എൻ്റെ ടീമിനെല്ലാവരും പരിചയപ്പെട്ടു. ഒരുപാട് നാളത്തെ ഡ്രീം, സ്വപ്നം, അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത എല്ലാവരും കൂടെ കുറച്ച് പേര് മിസ്സിംഗ് ആണ്. ഇതിൻ്റെ കൂടെ എൻ്റെ DOP സജാദ് പാരലായിട്ട് സ്റ്റുഡിയോയിൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ചധികം മണിക്കൂറാണ്. അപ്പം ഒത്തിരി ടയറായിട്ട് അവർ എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ഭവൻ, ഗണേഷ് മാല, അങ്ങനെ കുറച്ച് പേര് മിസ്സിംഗ് ആണ്. എങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇവിടെയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ താങ്ക്സ് പറയേണ്ട ആദ്യത്താൾ VS ലാലൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. കാരണം എൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് ഈ മൊമെന്റ് വരെ ഇവിടെ എത്തിച്ചതിൻ്റെ ഫുൾ ക്രെഡിറ്റും VS ലാലൻ എന്ന പ്രൊഡ്യൂസർക്കാണ്. താങ്ക് യു സോ മച്ച്. രണ്ടാമത് താങ്ക്സ് പറയുന്നത് ഈ രണ്ട് വ്യക്തികളാണ്. അപർണ ബാലൻ, രാജീവ് ഷെട്ടി. രണ്ടുപേരും ഒരു ബിഗിനർ, ഞാനൊരു ഡെബ്യൂ ഫിലിം മേക്കറാണ്. അപ്പം എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം എന്നെ ഒരു രീതിയിലും ഹേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഡ്രീമിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെക്കാളും ഒരുപാട് സിനിമകളിലൂടെ ട്രാവൽ ചെയ്ത രണ്ടുപേരാണ്. അപ്പം എനിക്ക് എന്താണ് വേണ്ടത് അതെല്ലാം ഇവർ രണ്ടുപേരും തന്നിട്ടുണ്ട്. അത് ഞാൻ എന്താ പറയുക, എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ നന്ദി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് ഇപ്പം ഫോർ മ്യൂസിക്സിലെ എന്തോ ഉണ്ട്. നിങ്ങളെല്ലാവരും ടീച്ചർ കണ്ടിട്ടുണ്ടോ? മ്യൂസിക് അത്യാവശ്യം നന്നായി തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ സന്തോഷം. അപ്പം ഇനി ട്രെയിലർ ഇന്ന് റിലീസ് ആവാണ്. അതുപോലെ സിനിമയിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഫോർ മ്യൂസിക് തരാൻ പറ്റും. അതിനൊപ്പം തന്നെ ആനന്ദ്, ഇത് VFXൻ്റെ കോർഡിനേറ്ററുണ്ട്, സുഹൃത്തും കൂടിയാണ്. ഇതിൻ്റെ അകത്ത് ചെറിയ കുറേ മൊമെന്റ്സ് ഉണ്ട് VFXിന്. എനിക്ക് ചിലപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവില്ല. ഒത്തിരി എഫേർട്ട് ആനന്ദിൻ്റെ ഇതിൻ്റെ പുറകിലുണ്ട്. പിന്നെ ഇപ്പോൾ തരുന്ന സുഹൃത്തേട്ടൻ. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഒരു പ്രൊഡക്റ്റിന് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മുടെ ആ സ്വപ്നത്തിൻ്റെ ഒപ്പം ആ സ്വപ്നം കുറച്ചുകൂടെ വലുതാക്കാൻ നമ്മളെ സഹായിച്ചതും ഇതിന് ഗോകുലം വഴി നിങ്ങളെല്ലാവരിലേക്കും ഒരു പ്രസൻറ്റബിൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റാക്കി മാറ്റിയതും സുഹൃത്തേനും വലിയൊരു താങ്ക്സ് പറയുന്നത്. പിന്നെ ക്രിസ്, എൻ്റെ ചീഫ് അസോസിയേറ്റ് ആണ്. എൻ്റെ ഡയറക്ഷൻ ടീമിനെ മൊത്തം റെപ്രസെൻ്റ് ചെയ്തിട്ട് വന്നതാണ്. കാരണം ഏതൊരു ഡയറക്ടറും കാണുന്ന വിഷൻ, നിങ്ങൾക്കൊരു വിഷൻ കാണാം. ആ വിഷൻ കോർഡിനേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടെ തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ്സും അതിൻ്റെ ചീഫുമാണ്. അവരെ നിങ്ങൾ ഒരിക്കലും സിനിമയുടെ മുമ്പിൽ കാണാറില്ല, പുറകിലെ കാണാറില്ല. ബട്ട് ഞാൻ അതിൽ ഭയങ്കര പ്രൈഡാണ്. ഞാൻ അവരിലൊരാളെയും നിങ്ങൾ ചെയ്യണം. ഇത്രയൊക്കെയാണ് പറയുന്നത്. ബാക്കി നമുക്ക് ചോദിക്കാം. ഞാൻ പറയേണ്ടതാണെങ്കിൽ ഞാൻ പറയാം. ഇവിടെ ബാക്കി. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റാണ്. കുറച്ചും കൂടി ടൈം എടുത്തു. സോ ഇതിൽ എൻ്റെ ക്യാരക്ടറുടെ പേരാണ് മാത്യു റോസി. നിങ്ങളൊരു ഡോക്ടറാണ്. ഒരു സിമ്പിൾ സർവൈവൽ ത്രില്ലർ. പക്ഷെ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ആക്ടേഴ്സും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ക്യാൻ ബി എ വെരി ഗുഡ് വാച്ച് ഓൺ സ്ക്രീൻ. സോ ഗിവ് us എ ചാൻസ്. പിന്നെ എൻ്റെ ക്യാരക്ടർ അവനൊരു ജനറസ് പിന്നെ കൈൻഡ് മനുഷ്യനാണ്. അവൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട്. അവൻ്റെ ഉള്ളിലൊരു വേറെ ഒരു ഡാർക്ക് ഷെയ്ഡും ഉണ്ട്. ഒരു ഗ്രേ ഹ്യൂമൻ, എൻ്റെ പോലത്തെ ഗ്രേ ഹ്യൂമനാണ്. സോ ഐ തിങ്ക് വി ഹാവ് ഡൺ അവർ ബെസ്റ്റ് ദാറ്റ് വി കെൻ ഡു. സോ നൗ ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ടുഡേ വി ഹാവ് ട്രെയിലർ റിലീസ് ഓൾസോ. സോ ഡു സപ്പോർട്ട് us and thank you. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഭയങ്കര എക്സൈറ്റ്മെന്റും എന്താ പറയാ, നമുക്കൊരു നല്ലൊരു ടെൻഷൻ ഉണ്ടാവില്ലേ, ഒരു സന്തോഷമുള്ള ഒരു ടെൻഷനുള്ള ഒരു സിനിമയാണ് സത്യം പറഞ്ഞ രുതിരം എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇത്രയും നാള് ഞാൻ കുറെ ത്രില്ലേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ജിഷ്ണുവിനൊക്കെ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതും നമുക്കൊക്കെ അതിൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുള്ളത്. ഞാനിതിൽ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം തരുന്നൊരു റിലീസാണ് രുതിരത്തിൻ്റെ. ഇന്ന് ട്രെയിലറും കൂടെ റിലീസാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ സിനിമയിലേക്ക് ഇത്രയും കൂടെ ഒരു സ്നീക്ക് പീക്ക് കിട്ടും. അതിൻ്റെ ഒരു എൻറ്റയർ മൂഡ് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ മാതിരി സപ്പോർട്ട് ചെയ്യുക. ഇത്രയും ഈ എല്ലാ ഓരോന്ന് റിലീസാകുമ്പോഴും തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. 13th സിനിമ റിലീസാവുകയാണ്. അപ്പോൾ ഫിംഗേഴ്സ് ക്രോസ്ഡ്.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരിക്കും അത് ഹോട്ടൽ ബിസിനസ്സല്ല, എൻ്റെ പാർട്ട്നേഴ്സ് ഫിലിം ഫീൽഡാണ്. അപ്പം പല പ്രാവശ്യമായിട്ട് കഥകൾ കേട്ടിട്ടുണ്ടാകുന്നത് കാരണം പുതിയൊരു കഥ ആദ്യമായിട്ട് ജിഷോ എന്ന് സംസാരിക്കും. ആ കഥ പ്രേക്ഷകരോട് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രയത്നം ഞാൻ അതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവരും കാണുക. നമസ്കാരം. ഒരു 2 മാസം മുന്നെയാണ് എനിക്ക് ജിഷോന്റെ ഓഫീസിൽ ഒരു ദിവസം കയറി വന്നിട്ട് ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറയുന്നതും ഇതിന്റെ ഒരു ടീസർ എന്നെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ സംസാരിക്കാനാണ് പറഞ്ഞത്. അപ്പം ടീസറിന്റെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലായി. അപ്പം അദ്ദേഹം പറഞ്ഞു ചിത്ര പടം ഫുള്ള് കണ്ടിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷനെ സംസാരിക്കാം. അപ്പം പടം കാണാൻ വരാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഉണ്ടെന്ന് ഡെഫിനറ്റ്ലി സാധാരണഗതിയിൽ എല്ലാവരും പടം കാണിക്കാൻ എല്ലാവർക്കും ഒരു ആൻസിപ്പേഷൻ ഒക്കെ ഉണ്ടാവും. പുള്ളി പറഞ്ഞു പടം കണ്ടിട്ട് ഡിസ്ട്രിബ്യൂഷനൊക്കെ സംസാരിക്കുന്നുണ്ടാവത്, പക്ഷേ അതിന്റെ ഫീഡ്ബാക്ക് അറിയാനോടെയാണ്. അപ്പോൾ അങ്ങനെ പടം കണ്ട് കഴിഞ്ഞപ്പോൾ ആക്ച്വലി സർപ്രൈസ് ആൻഡ് വെരി മച്ച് എക്സൈറ്റഡ് ഓൾസോ. കാരണം ഒന്ന് നല്ലൊരു കണ്ടന്റ്, ഒരു നവാഗതൻ എന്നുള്ള ഒരു പരിഭ്രമം അതിനകത്ത് ഒരു ഫ്രെയിമിലോ ഒന്നും കാണിക്കാതെ വളരെ കൈയെടുക്കത്തോടെ ആ ഒരു നല്ലൊരു സബ്ജക്റ്റിനെ വളരെ ഭംഗിയായിട്ട് തന്നെ അതിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. അപ്പോൾ തന്നെ അത് പറയുകയും ചെയ്തു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ലാൽ സാറിനെ കണ്ടു. ലാൽ സാറിനോട് ഞാൻ പറഞ്ഞത് തന്നെയാണ്, അദ്ദേഹം കാണിച്ച ഒരു ധൈര്യം. പുതിയൊരു ഡയറക്ടർക്ക് അദ്ദേഹം ഡയറക്ടർ വിശ്വസിച്ചു എന്നുള്ളത് തന്നെയാണ് ലാൽ സാറിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. എസ്പെഷ്യലി ഇതേപോലത്തെ ന്യൂ കൺസെപ്റ്റ് സബ്ജക്ട്സായിട്ട് വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പ്രൊഡക്ഷൻ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്. പിന്നെ സാറിന്റെ ഒരു വിഷനും കൂടിയാണത്. അപ്പോൾ അത് കണ്ട് അദ്ദേഹം വളരെ ഹാപ്പിയായി. അങ്ങനെയാണ് ഈ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷനിലോട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പിന്നീട് നമ്മൾ ഗോകുലം മൂവീസായിട്ട് സംസാരിച്ചു. ഗോപാലൻ സാറ് ഈ ചിത്രം കാണുന്നു. ഗോപാലൻ സാറ് കണ്ടപ്പോൾ സാറും പറയുന്നത് സാറും ഈ ചിത്രത്തിന്റെ ഒരു ഭാഗമാകണമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ഇത് പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഗോകുലം മൂവീസ്. അപ്പോൾ അത് എനിക്ക് വളരെ ഒരു ഇതായിട്ട് തോന്നി. കാരണം ഒരു ചെറിയ ചിത്രം എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞെങ്കിൽ ആ ചിത്രത്തിന്റെ മേക്കിംഗ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം എനിക്ക് 100% ഷുവറാണ്. അത് നിങ്ങൾ ചിത്രം നമ്മൾ പറയുന്ന അവകാശവാദങ്ങളല്ല, എന്നാലും ചിത്രം തീർന്നെത്തുമ്പോഴേക്കും മേക്കിംഗ് ക്വാളിറ്റിയും അതിന്റെ VFX ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ VFX ഉണ്ടെന്ന് ആളുകൾ തോന്നരുത്, എന്നാലേ VFX വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളത് ഏതൊക്കെയാണ് അതിൻ്റെ VFX നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് പറഞ്ഞത്. പക്ഷെ ചിത്രം എന്തുകൊണ്ടായാലും നല്ലൊരു ഔട്ട്പുട്ട് ഇതേവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഏറ്റവും എക്സാമ്പിളാണ് ഈ ചിത്രം. നമ്മളത് ഒരേ സമയം 4 ലാംഗ്വേജിലാണ് ചെയ്യുന്നത്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി. അപ്പോൾ ഇത് രാജീവ് ഷെട്ടി സാറൊക്കെ ഉള്ളത് കന്നഡയിൽ സൈമൾട്ടേനിയസ് ആണ് തന്നെ റിലീസ് ചെയ്യുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലൊരു അസോസിയേറ്റ് ആരുമായിട്ടായാലും ഡിസ്ട്രിബ്യൂഷനായി സംസാരിച്ചപ്പോൾ നമ്മൾ ഹോംബാലയായിട്ട് സംസാരിക്കുന്നു. ഹോംബാല ഇതിന്റെ കണ്ടന്റ് കണ്ട ഉടനെ തന്നെ പടം ഫുള്ള് കാണണ്ട, അതേപോലത്തെ പ്രൊഡക്ഷൻ ഹൗസ് പറഞ്ഞു നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അത് വളരെ ഒരു ഭാഗ്യമാണ്. ഹോംബാല പോലത്തെ ഒരു കമ്പനി അതായത് ഓവർസീസ് ഫസ്റ്റ് ഫിലിംസാണ് ചെയ്തത്. ഇപ്പം വേൾഡ് വൈഡ് ഓൾമോസ്റ്റ് 16 രാജ്യങ്ങളിൽ ഈ 11-ാം തീയതി ചിത്രം റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഡു സപ്പോർട്ടേഴ്സ്, നിങ്ങൾ മീഡിയ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആസ് ഓൾവേസ് യു ഡു നമ്മുടെ ഈ ചിത്രത്തിന് കണ്ടിന്യൂ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ട്രെയിലർ വരുന്നുണ്ട്. ട്രെയിലർ വന്നതിന് ശേഷം അതിനുശേഷം തിയേറ്ററിൽ പടം എത്തിയതിനു ശേഷവും കൂടെ ഉണ്ടാവണം. ഡു പ്ലീസ് സപ്പോർട്ടേഴ്സ്. ആൻഡ് എസ്പെഷ്യലി ഐ ഹാവ് ടു മെൻഷൻ Rajesh Shetty sir and Amarna Balamurali for their wonderful performance in the movie. That definitely is going to be discussed after the release, I'm sure. And thank you. ഈ സിനിമയുടെ വിഷൻ ആദ്യമായിട്ട് ജിഷോഭായി പറയുമ്പോൾ അദ്ദേഹത്തിന് അതിൽ എല്ലാ തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു. ലൈക്ക് അതിൻ്റെ കളർ പാലറ്റും അതിൻ്റെ എങ്ങനെ ഇത് ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ടോട്ടൽ വിഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സോ അവിടെ മുതലാണ് സിനിമയുടെ ജേർണി തുടങ്ങുന്നത്. സോ അവിടെ നിന്ന് മുതൽ പ്രൊഡ്യൂസറായ VS ലാലൻ സാറും കൂടെ ചേർന്ന് അതിനെ ഫ്യൂവൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ക്രിയേറ്റീവ് ഒരു ആസ്പെക്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ഫ്യൂവൽ ചെയ്യുകയാണ് ചെയ്തത്. സോ അത് പ്രേക്ഷകരിലേക്ക് സിനിമ എത്തുന്നതിൻ്റെ ആകാംക്ഷയിലൊക്കെയാണ് എല്ലാവരും. സോ വി ആർ ഓൾ വെയിറ്റിംഗ്. അപ്പോൾ ഈ എനിക്ക് ജിഷോ ഈ കഥ ഫസ്റ്റിനോട് പറയുന്നത് ഞാൻ പറഞ്ഞു വർക്ക്ഔട്ട് ആവുന്ന പരിപാടിയാണ്, അടിപൊളി വർക്കാണ്. മാത്രമല്ല എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിച്ചതിന് പല VFX വർക്കുകൾ നമുക്ക് കാണാതെ അതിനകത്ത് ബ്ലെൻഡായി പോകും എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഈ കൂട്ടത്തിൽ ജിഷോ ഏറ്റവും കൂടുതൽ ഷൂട്ടിൻ്റെ സമയത്ത് ടോർച്ചർ ചെയ്തിട്ടുള്ളത് ഞാനായിരിക്കും. കാരണം ഒരു ഷോട്ട് വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോപ്പ് പോലും ഞാൻ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്കത് വേണ്ട
അങ്ങനെ അത്രയും നിർബന്ധിച്ചിട്ടാണ് അത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതൊക്കെ വളരെ പേഷ്യൻ്റാണ് ജിഷോ കേട്ട് നിൽക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ടാണ് അതിൻ്റെ VFX ക്വാളിറ്റി ഉള്ളത്. ഇപ്പം പടമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ എത്രമാത്രം ഉണ്ടെന്നുള്ളത്. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഞങ്ങൾ 4 പേരുണ്ട്, പക്ഷേ മറ്റു വർക്കുകൾ തിരക്കിലായതുകൊണ്ട് ഇപ്പം ഞാൻ മാത്രം പ്രസന്റ് ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡയറക്ടർ ജിഷോയ്ക്കും അതുപോലെ ലാലു സാറിനും ബിഗ് ഒരു നന്ദി പറയുകയാണ്. നമ്മളെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു പടം ഏൽപ്പിച്ചത്. കാരണം ഒരു ആക്ച്വലി നല്ലൊരു ചലഞ്ചിങ് പ്രൊജക്റ്റാണ് അത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഇതിന്റെ ഒരു വിഷ്വൽ ആദ്യം കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര വണ്ടർ അടിച്ചു. ശരിക്കും ഒരു മലയാളം പാറ്റേണിലല്ല, ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ കൈൻഡ് ഓഫ് ഒരു പരിപാടിയിലാണ്, അങ്ങനത്തെ ഒരു കൾച്ചറിലാണ്. മൊത്തത്തിലൊരു അതിന്റെ വിഷ്വൽ പാറ്റേൺ ആണെങ്കിലും ഒരു ലൊക്കേഷന്റെ ഇതാണെങ്കിലും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രാജസാറായാലും അപർണയാണെങ്കിലും ഒരു കിടലായിട്ട് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഒരു നല്ലൊരു ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കായിരുന്നു. അതുപോലെ തന്നെ ജിഷോ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ രാവിലെ ജിഷോ ആണ് വിളിച്ച് എനിപ്പിക്കുന്നത് ഓരോ വർക്കിന്റെ കാര്യം പറഞ്ഞിട്ട്, അതുപോലെ തന്നെ കറക്ഷൻസ്, അങ്ങനെ നമ്മൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് മാക്സിമം നമ്മുടെ എഫേർട്ട് എടുത്താണ് നമ്മൾ മികച്ചൊരു ഞങ്ങൾ സോഫാർ ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു വർക്ക് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇതിന്റെ വിഷ്വൽ സൈഡ് ആണെങ്കിലും അതുപോലെ എഡിറ്റിംഗ്, ഇത് എല്ലാം നല്ല മികച്ച് നിൽക്കുന്ന ഒരു വർക്കായിരിക്കും. നിങ്ങളെല്ലാവരും ഇനി എന്തായാലും ട്രെയിലർ വരുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഒരു പക്ക ഒരു നോർമൽ ഇതല്ല, കുറച്ചുകൂടി നമ്മളൊരു ചെറുതായിട്ടൊരു ഓർക്കസ്ട്രൽ അങ്ങനത്തെ ഒരു കൾച്ചർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുക. താങ്ക് യു.